നമ്മുടെ മൊബൈലിൽ ഇത് കണ്ടോ, ഈ ഒരു ഓപ്ഷൻ എങ്ങാനും ഓണായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. നമുക്ക് മൊബൈൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉപയോഗിക്കാനേ സാധിക്കില്ല. ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് തന്നെ കണ്ണ് കാണാത്ത ആളുകൾക്ക് ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ഇത് ഓണായി കഴിഞ്ഞാൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. എന്നാൽ ഇത് എങ്ങനെ ഓണായി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഓഫാക്കാം, എവിടെയാണ് ഇത് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ആദ്യം ഞാനിതൊന്ന് ഓണാക്കുകയാണ്. ഇപ്പോൾ അബദ്ധവശാൽ നമ്മളിപ്പോൾ ഓണായിപ്പോയി. എന്നാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പറയുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാം. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് എങ്ങാനും ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, എവിടെയും ടച്ച് ചെയ്യാൻ കഴിയില്ല, എവിടെയും ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആകുന്നില്ല, ഗാലറി ആണെങ്കിൽ ഗാലറി ഓപ്പൺ ആകുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ എങ്ങനെയാണ് പോവുക, ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആയി. ഇപ്പോൾ ഞാനിപ്പോൾ ടോക്ക് ബാക്കിൽ തന്നെ ആയതുകൊണ്ട് എനിക്കിവിടെ അത് കാണുന്നുണ്ട്. ചിലപ്പോൾ ടോക്ക് ബാക്കിൽ തന്നെ ആയിരിക്കില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്യണം. അവിടെ ഒന്ന് സെലക്ട് ചെയ്തു, വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്തു, അത് ടേൺ ഓഫ് എന്ന ഭാഗം കണ്ടു, അവിടെ സെലക്ട് ചെയ്തു, വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്തു. ഇത്രേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അബദ്ധവശാൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ടോക്ക് ബാക്ക് ഓപ്പൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ സെറ്റിങ്സിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓഫാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം ടോക്ക് ബാക്ക് ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ടോക്ക് ബാക്ക് ഷോർട്ട് കട്ട് എന്ന ഭാഗം എനേബിൾ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ അലോ കൊടുക്കുകയാണ്. ഇവിടെ ഓക്കെ കൊടുത്തു. ഇപ്പോൾ ടോക്ക് ബാക്ക് ഓണായിട്ടില്ല, പക്ഷേ ഇവിടെ ഷോർട്ട് കട്ട് ഓണായിട്ടുണ്ട്. താഴെ ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ടോക്ക് ബാക്ക് ഷോർട്ട് കട്ട് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. അതായത് ടാപ്പ് ആക്സസിബിലിറ്റി ബട്ടൺ എന്ന ഭാഗമുണ്ട്. അതായത് ഇവിടെ തന്നെ ആ ഒരു റൗണ്ടായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത് പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺസ് എന്ന് കാണിക്കുന്നുണ്ട്. മൂന്നാമത്തത് പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഫോർ 3 സെക്കൻഡ്സ് എന്നും കാണിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ടിക്ക് മാർക്ക് ആയിട്ടുണ്ട്. അതായത് പ്ലസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺസും അതുപോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ബട്ടൺസ് ആൻഡ് ഡൗൺ ബട്ടൺസും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ആ കോർണറിൽ കാണുന്ന വലതുവശത്ത് താഴെ കാണുന്ന ആ മനുഷ്യൻ്റെ ചിത്രത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഏറ്റവും മുകളിൽ ടോക്ക് ബാക്ക് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ പറയുന്ന സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇനി നമുക്കിപ്പോൾ ഹോം സ്ക്രീൻ പ്രസ് ചെയ്തു ബാക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം ബാക്ക് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്നും ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ ആ ഒരു മനുഷ്യൻ്റെ ചിത്രത്തിൽ മാത്രം നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യാണ്. ടോക്ക് ബാക്ക് ഓഫായി എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ പോലെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു മെത്തേഡാണ്. ഇനി നമുക്ക് വോളിയം അപ്പ് ബട്ടണും അതുപോലെ തന്നെ ഡൗൺ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകുന്നുണ്ടോ ഓഫ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ 3 സെക്കൻഡ് ഇവിടെ, ഇപ്പോൾ ടോക്ക് ബാക്ക് ഇവിടെ ഓണായതിന് ശേഷം ഞാനിപ്പോൾ വോളിയം അപ്പ് ബട്ടണും അതുപോലെ തന്നെ ഡൗൺ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യാണ്. 3 സെക്കൻഡ് ഞാനിപ്പോൾ പ്രസ് ചെയ്തു. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫാകുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓഫായി എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു ടോക്ക് ബാക്ക് ഷോർട്ട് കട്ട് നമ്മൾ ഇത് ഓണാകാതെ തന്നെ ടോക്ക് ബാക്ക് ഷോർട്ട് കട്ട് ഓണിൽ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് അബദ്ധവശാൽ ഓണായി പോയിട്ടുണ്ടെങ്കിലും നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പല ആളുകൾക്കും ഇത് അറിയില്ല. എങ്ങനെയോ ടോക്ക് ബാക്ക് കുട്ടികളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അബദ്ധവശാലോ അതിൽ തട്ടി അങ്ങനെ ഓണായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, എവിടെയും പ്രസ് ചെയ്യാൻ സാധിക്കില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി നമുക്കറിയില്ല. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ആ ഒരു ടോക്ക് ബാക്കിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് തന്നെ വോളിയം അപ്പ് ബട്ടണും അതുപോലെ തന്നെ ഡൗൺ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടും അതുപോലെ തന്നെ താഴെ കാണുന്ന ആ ഒരു മനുഷ്യൻ്റെ ചിത്രത്തിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു സംഭവം വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അതായത് നേരത്തെ ഞാൻ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ, അതായത് ഡബിൾ ടാപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് ആക്സസിബിലിറ്റിയിൽ ആ ഒരു ടോക്ക് ബാക്കിൻ്റെ ഓപ്ഷനിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇതുപോലെ നമുക്ക് എവിടെയും പ്രസ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്സസിബിലിറ്റിയിലും അതുപോലെ തന്നെ ടോക്ക് ബാക്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെങ്കിലോ, അതിന് നിങ്ങൾക്കൊരു ട്രിക്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതായത് നമ്മൾ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഡബിൾ ടാപ്പ് സെറ്റിങ്സിൽ ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ കഴിയില്ല. ഞാനിവിടെ എവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമുക്ക് പോകാനേ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സിൻ്റെ ആ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ടാക്ക് ബാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈപ്പ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് ടോക്ക് ബാക്ക് എന്ന് ഇപ്പോൾ ഞാൻ ടോക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്ന തന്നെ ടോക്ക് ബാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്യുക. ആ ടോക്ക് ബാക്ക് എന്ന എഴുത്തിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ഇവിടെ ടോക്ക് ബാക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് ടോക്ക് ബാക്കിലെത്താൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഓൺ ഓഫിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്യുക. ഇവിടെ ടേൺ ഓഫ് കൊടുക്കുക. അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. ടോക്ക് ബാക്ക് ഓഫ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ സംശയം ഉണ്ടാവും. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് എങ്ങനെ എത്തിച്ചേരാം എന്ന് അറിയില്ലാത്തവർക്ക് ഞാനൊരു ഷോർട്ട് കട്ട് കാണിച്ചതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.